ഹായ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇച്ചുക്കാക്ക് വന്നിട്ടുണ്ട്, കുഞ്ഞാറ്റന്റെ ഇച്ചുക്കാക്ക് വന്നിട്ടുണ്ട്. കുഞ്ഞാറ്റന്റെ നമ്മളെ പരിപാടി എന്താണോ, ഇന്ന് അവര് മാത്രമൊന്നല്ല, ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ഇതാ അടുത്ത വീട്ടിലുള്ള നെജൂസ് ഉണ്ട്, പിന്നെ ഐശൂട്ടി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇന്ന് പടകം പൊട്ടിക്കുക. പടകം ഉണ്ടടാ കുരങ്ങ അവിടെ പൊട്ടിക്കുന്നില്ല. ഇങ്ങോട്ട് നെജൂസേ വാ, എന്നെ ഒന്ന് കാണണമല്ലോ അവർക്ക്. ഇങ്ങോട്ട് വാ, ഒന്ന് കാണിച്ചവർക്ക്. ഇതാണ് ഞങ്ങളെ നെജു, കാണുന്നില്ല. ഇങ്ങോട്ട് വാ നെജു, ഇതാ ഇതാണ് ഞങ്ങളെ നെജൂസ്. ഹായ് പറയും. ഹായ്. അപ്പോ എല്ലാവരും നമ്മളെ പരിപാടി നമ്മളെ കുളം വൃത്തിയാക്കുക. ഞങ്ങൾക്ക് ഇത് കുളം മാത്രമേ ഉള്ളൂ കേട്ടോ, കുറേ കാലമായി. അപ്പോൾ കുളം ഒന്ന് വൃത്തിയാക്കണം, അതിനൊരു പന്തലിടണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ്. കുഞ്ഞു വീഡിയോ ആയിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഒരിക്കൽ കൂടി സാധാ നമ്മളെ ഇവിടെ കളിക്കുക. ഉണ്ണുണ്ട്, കുഞ്ഞോളിത്താത്ത, അയച്ചോട്ടി. അതിനെ കിട്ടൂല. കൃതികൾ നമ്മളെ കുളത്തിലെ മീനുകളുണ്ട്. ആദ്യം നമ്മള് മീനൊക്കെ പിടിച്ച് ഇത് ക്ലീൻ ആക്കണം അല്ലേ? ഇനി എങ്ങനെ പിടിക്കും? ആണോ? ഓക്കെ അയച്ചോട്ടി, അടിപൊളിയല്ലേ? ഹായ്. അല്ല, അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നിന്റെ തന്നെ അടി എണ്ണ ചുറ്റിക്ക് എടുത്ത് ഇതാ ഞങ്ങളിവിടെ മീനിന് മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുക. ഉണ്ണി പണിയെടുക്കുന്നു കേസ് ആദ്യമായിട്ട്. നീ കിട്ടുന്നുണ്ടോ? എന്റെ കുറച്ച് മീനുകൾ, കുഞ്ഞു മീനുകൾ. ഞാൻ സെറ്റല്ലേ? ഏടാ ഇങ്ങനെ കാണില്ലല്ലോ. വെള്ളത്തിലാ? പോട്ടെ ഇനിയും താണോ? ഈ കല്ല് ഞങ്ങൾ ആനക്കാമ്പോയിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്ന പുല്ലൂരമ്പാറ. മുത്തപ്പ എണ്ണീന്റെ നാട്. ഓക്കെ, മുത്തപ്പുഴയാണ് മുത്തപ്പുഴ. ഇതൊക്കെ നമ്മൾ അതിലേക്ക് തന്നെ ഇടും, പക്ഷെ അത് വൃത്തിയാക്കണം. ഉണ്ടോ? അപ്പൊ നമ്മള് ഇതിന് പന്തലിടാൻ പോവാ. ഓക്കെ, അതിന് പന്തലിട്ടാ വെള്ളം താഴേക്ക് വീക്കില്ല. എന്നെ കൂട്ടാൻ എന്നെ കുഞ്ഞാറ്റനൊക്കെ കൂട്ടും. ഇന്നലെ കുറെ ലേറ്റ് ആയിട്ടോ, പിന്നെ നമ്മൾ പോയി കിടന്ന്. ഇന്നലെ രാത്രി തന്നെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പണി കഴിഞ്ഞിട്ടുള്ള കുളം കഴിഞ്ഞില്ലേ? ഭയങ്കര ഡയലോഗാണല്ലോ. കുളം ഏകദേശം വൃത്തി കഴിഞ്ഞ് പെയിന്റൊക്കെ അടിച്ചിടാൻ കുറയാം. ഇതുണ്ടോ, മഴ പെയ്തിട്ട് വെള്ളം അതിൻ്റെ മുകളിൽ വീഴാൻ. അപ്പം ഞങ്ങളിവിടെ ഇതിൽ ഇതാ പച്ചപ്പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് മീനിനൊക്കെ ഇട്ടല്ലേ, മീനൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട്. ഇനി കുഞ്ഞുങ്ങളുണ്ടായാൽ നേരിട്ട് അതിൻ്റെ സൈഡിൽ വന്നിരിക്കും. എവിടെയാണ് കുഞ്ഞിരിക്കുന്നത്? എണീക്ക് കൃതിയെ ചളിയായില്ലേ? കൈ പോയി കൈ എടാ, കൈ ആണെങ്കിൽ എൻ്റെ അമ്മ കാണണ്ട, അടി കിട്ടും. ഇങ്ങോട്ടോക്ക്, വേഗം പോയി കഴിക്കും, ഓടിക്കും. നമ്മളെ മീനിൻ്റെ കുളത്തിലേ ഇതാ മീൻ കുറച്ച് ഉണ്ട്, എന്നാലും കുറച്ചുകൂടി മീൻ വേണമെന്ന് കുഞ്ഞാറ്റ പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ എവിടെ പോകും? ഞാൻ വേഗം എണീച്ചോ, എനിക്ക് പടി കിട്ടും അമ്മനോട്. വേഗം എണീച്ചോ. മാറ്റി വേഗം കയ്യൊക്കെ വാ. നീ വരുന്നില്ല? ഉള്ളു കച്ചറ സീര്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മീനോടി വാങ്ങാൻ പോരാ. മീൻ വാങ്ങാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. അടിപൊളിയാണ്, ഇഷ്ടം പോലെ നിറയെ മീനുകളുണ്ട് അവിടെ. അപ്പോൾ ഗപ്പി ഐറ്റംസ് മാത്രം വളർത്തുന്ന ഒരു ഇക്കായൻ്റെ വീട് നമ്മൾ ചുങ്കത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, താമരശ്ശേരി ചുങ്കത്തുള്ള നമ്മുടെ ഇക്കായിൻ്റെ ഒരു എന്താ പറയുക, കുറേ മീനുകളെ വളർത്തുന്ന ഒരു സ്ഥലം. വീട്ടിൽ തന്നെയാണ് പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീടിൻ്റെ വാർപ്പിൻ്റെ മേലെയും വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഗപ്പീസിനാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ചോപ്പ്, പിന്നെ കറുപ്പ്, വെള്ള, പിന്നെന്താ ബിഗ് ഇയർ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന മൊയിനകളാട്ടോ. എന്താ പറയുക,
നാച്ചുറൽ ഫീഡ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ആ ഒരു ഐറ്റമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാ കുളത്തിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നിറയെ മീനുകൾ. എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാവുന്ന ഒരു ഒക്കെയാണ്. കാരണം പുള്ളി ഇത് മാത്രമാണ് പുള്ളീൻ്റെ ഉപജീവന മാർഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മക്കളൊക്കെ പഠിച്ചു കഴിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിലയിലാണ്, കുട്ടികളൊക്കെ കെട്ടിച്ചൊക്കെ വിട്ട്. അപ്പോൾ ഇവിടെ എത്ര പേരാണ് വരികയെന്നോ, രാവിലെ എപ്പോഴും തിരക്കാണ്. പിന്നെ ഇവിടേക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ തുടക്കത്തിലും ലാസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാം. ആ സമയത്ത് മാക്സിമം പുള്ളീനെ വിളിച്ചിട്ട് വരിക. എപ്പോഴും ചിലപ്പോൾ വീട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ അങ്ങനെ ഒരുപാട് ബെനഫിറ്റ് നമുക്കിവിടെ വരുമ്പോണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളാണെങ്കിലും പുള്ളിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. നമുക്ക് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഇതാ ഈ ഒരു ചെടി സാധനങ്ങളൊക്കെ തന്നിട്ടോ. നല്ല എന്താ പറയുക, നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ അടിയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനം, അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ വേറൊരു സംഭവം കൂടി തന്ന്, വേറൊരു ചെടി കൂടി പുള്ളി ഞങ്ങൾക്ക് തന്ന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീനൊക്കെ അടിപൊളിയാട്ടോ ഇവിടുത്തെ. ഇതുണ്ടോ, അയ്യോ കാണാൻ എല്ലാം ഞങ്ങൾക്ക് മക്കൾ വിരിയാനായ കുഞ്ഞുങ്ങളെ തന്നെ നോക്കി സെലക്ട് ചെയ്ത് പുള്ളി പിടിച്ച് തന്നു കേട്ടോ. പിന്നെ തീറ്റൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, തീറ്റയൊക്കെ ഇഷ്ടംമാതിരി ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആശാന്, പുള്ളിയാണ്. പുള്ളീനെ കൊണ്ട് എന്താ പറയുക, നമുക്ക് ആകുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും സന്തോഷം ഇവിടെ വരാൻ പറ്റിയത്, ഒരു സാധനം വാങ്ങാൻ പറ്റിയത്. പറഞ്ഞാൽ വർഷങ്ങളെ പരിചയമുണ്ട്. നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് വാങ്ങാം. ഇവിടെ ആണെങ്കിൽ വില വളരെ കുറവാണ്. നമ്മളെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മണൽ കുറച്ച് വഴിമെന്ന് വാരിയിട്ടുണ്ട്. ചെടി അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ്. നമ്മുടെ കുഞ്ഞു മീനുകളോ, അടിപൊളി. ഇതിൽ കുറച്ച് മീനുകളാണുള്ളത്. പക്ഷെ ഇങ്ങനെ കുറേ എണ്ണത്തിന് കാണുമ്പോൾ രസമല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി വാങ്ങിച്ചത്. കുഞ്ഞ എങ്ങനെയുണ്ട് മീന്? ദിവ്യാട്ട കൊട്ടുന്നത്. മെല്ലെ കൊട്ടിക്കോ. അടിപൊളി അടിപൊളി. വാ അയ്യോ, കൊറേ ആയില്ലേ കുഞ്ഞത്തെ? കൊറേ ആയില്ലേ? നോക്ക്, എന്ത് മാറ്റണം? ചെടി മാറ്റണോ? ലാസ്റ്റ് നമ്മുടെ ചെടി നടാനുള്ള പരിപാടി. ശ്രീകുട്ടനും വന്നിട്ടുണ്ട്. ചെടി 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 പുള്ളി തന്നെ നല്ല കാര്യം അല്ലേ. മണലിലാണ് നടുന്നത്. രണ്ടാളുമില്ല, തീറ്റ കൊടുക്കാനുള്ള അടിയാ. അതാ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ വരാത്തത്. ഫൈനലി നമ്മളെ ചെടി കൂടി അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്ര വരെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.